ഓക്കെ, അപ്പോൾ നമ്മുടെ ആഗ്രയിൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മൾ രാവിലെ താജ്മഹൽ കണ്ടു, സെക്കൻഡ് നമ്മൾ ആഗ്ര ഫോർട്ട് കണ്ടു. ഇത് നമ്മുടെ തേർഡ് ലൊക്കേഷൻ സിക്കന്ദർ. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ സിക്കന്ദറും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ഇപ്പോൾ ടൈം 3:30 ആവുന്നുണ്ട്. നമുക്ക് 5:30 റെയിൽവേ സ്റ്റേഷൻ 5:45 ആകുമ്പോൾ ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നമ്മുടെ ബാഗേജ് എടുക്കണം. 6:20 നമ്മുടെ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ ഇത് നമ്മുടെ സിക്കന്ദറിൽ അക്ബർ ചക്രവർത്തിയുടെ അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എക്സ്പ്ലോർ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് പോകണം. അവിടെ ഒരു വലിയൊരു തേനീച്ചക്കൂടുണ്ട്. അവിടെ കുട്ടികൾക്ക് Yeah. You're also a vlogger? Your name? Your name? Harshid. Okay. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ അക്ബർ സ്തംഭം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അകത്ത് ഫോട്ടോഗ്രാഫി പാടില്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ വലിയ ഇതൊന്നുമില്ല. എങ്ങനെയുണ്ട് നമ്മുടെ നമ്മള് ഇതുവരെ വന്നിട്ട് കാണാതെ പോകുന്നത് നഷ്ടം. കാണേണ്ട സ്ഥലം എന്ന് വെച്ചാൽ കാണാനും വേണ്ടി മാത്രം കേരളത്തിൽ നിന്ന് കയറി വരുന്നതും നഷ്ടം. ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നത് നഷ്ടം. കാരണം കണ്ട ആഗ്ര ഫോർട്ടും എല്ലാം സിമിലർ ആയിട്ട് തോന്നുന്നു, ഒരേപോലത്തെ. ആർക്കിടെക്ചർ ഓരോ കെട്ടിടത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അത്രയും ഇതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് കണ്ടിട്ടെല്ലാം സിമിലർ ആയിട്ടാ തോന്നുന്നത്. എല്ലാം കുറെ ചുവപ്പും വെള്ളയും വെച്ചൊരു കളിയാണ്. കുറെ പാറക്കല്ല്, കുറെ ചെങ്കല്ല്, അതിൽ കുറെ ആരൊക്കെ ഇളക്കി കൊണ്ടുപോയി. അപ്പൊ ഓക്കെ, ബൈ.